ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയാകുമെന്ന് പറഞ്ഞ സുഹൃതം തന്നെ എന്ന് പറഞ്ഞു. കാരണം ഉണ്ണിയുടെ അമ്മയാകാനായിട്ട് സാധിക്കുകയാണ്. അത് വലിയൊരു സന്തോഷമാണ്. അതോടൊപ്പം തന്നെ വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ്. മേൽശാന്തിയൊക്കെ പഴയ മേൽശാന്തിമാർ ഇറങ്ങുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് നാലമ്പലത്തിനകത്ത് അവർ എല്ലാം തിട്ടപ്പെടുത്തുന്നത്. അപ്പം അതൊരു ഭാരിച്ച ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ അതേക്കുറിച്ചും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അതേക്കുറിച്ച് എന്താണ് മനസ്സിൽ തോന്നുന്നത്, അതും കൂടെ ഞങ്ങളുടെ അടുത്തൊന്ന് പങ്കുവെക്കുകയാണെങ്കിൽ. ഈ പറഞ്ഞ പോലെ മേൽശാന്തി പദവി എന്നുള്ളത് പ്രത്യേകിച്ചും ഏതൊരു ക്ഷേത്രത്തിനും മേൽശാന്തി പദവി വളരെ ഉത്തരവാദിത്തപ്പെട്ട തന്നെയാണ്. ഗുരുവായൂർ പോലുള്ളൊരു മഹാക്ഷേത്രത്തിലെ മേൽശാന്തി പദവി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ ഉത്തരവാദിത്തങ്ങൾ അതിലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് അനുഭവം ഇതിന് മുമ്പിലത്തെ അനിയൻ്റെ കാര്യങ്ങൾ കൂടെ കുറേ അനുഭവം ഉണ്ടെങ്കിൽ ഞാനത് കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ ആ ആഭരണങ്ങളെല്ലാം അല്ലെങ്കിൽ അതിൻ്റെ കണക്ക് ഇതെല്ലാം എണ്ണി മാറി വരുന്ന മേൽശാന്തിക്ക് അത് മുഴുവൻ അതെല്ലാം കാണിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മളത് പ്രത്യേകിച്ച് കൈമാറുമ്പോൾ പഴയ മേൽശാന്തിമാർ പുതിയ മേൽശാന്തിമാരെ ഏറ്റെടുക്കുമ്പോൾ ഭഗവാന് അലങ്കരിക്കുന്ന ആഭരണങ്ങളുടെ കണക്കുകൾ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന സ്വർണം വെള്ളി പോലുള്ള കാര്യങ്ങളുടെ ഇതൊക്കെ തീർച്ചയായിട്ടും അതൊരു കണ്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ വരാൻ പോകുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഒരു വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ് എന്നാണ് ഞാൻ അതിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും എല്ലാം ഭഗവാൻ ഇത്രയും അനുഗ്രഹിച്ച് നൽകിയ ഒരു മേൽശാന്തി പദവി ഭംഗിയാക്കി കൊണ്ട് നടത്താൻ ഭഗവാൻ എല്ലാ രീതിയിലും അനുഗ്രഹിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അങ്ങേയറ്റത്തെ വിശ്വാസം. അതിനൊരു ബുദ്ധിമുട്ടും വരാതെ ഭഗവാൻ കൂടെ കൊണ്ടു നടക്കുന്ന തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നത്.